മലയാള സിനിമാ ചരിത്രത്തിൽ കൗതുകകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സംഭവങ്ങൾ കൗതുകത്തോടെ കൂടി തന്നെ സിനിമാ കേരളയിൽ ഞാൻ പറയാറുമുണ്ട്. അതൊരു കൗതുകമായി മാത്രം കണ്ടാൽ മതി. അതൊരു കൗതുകകരമായ സംഭവ വികാസങ്ങളാണ്. മലയാള സിനിമയെ രണ്ടായി നമുക്ക് വിഭജിക്കാം. അവാർഡ് സിനിമകളും അല്ലാത്ത സിനിമകളും, കമേഴ്ഷ്യൽ സിനിമകളും. അവാർഡ് സിനിമകൾക്ക് ഒരു ചരിത്രമുണ്ട്. അടൂരിന്റെ സ്വയംവരത്തിനും എലിപ്പത്തായത്തിനും ഒക്കെ ഒരു ചരിത്രം. പക്ഷേ കമേഴ്ഷ്യൽ സിനിമകളുടെ ചരിത്രം പലരും എഴുതാൻ മറന്നുപോകുന്നു. അടുത്ത കാലത്ത് ഷാഫി എന്ന് പറയുന്ന ഒരു സംവിധായകൻ അന്തരിച്ചു. ഷാഫിയെ പറ്റി ഒരു ദിവസം പത്രത്തിൽ വന്നു. പക്ഷേ ഷാഫി സംവിധാനം ചെയ്ത പടങ്ങളെ പറ്റിയൊക്കെ ഇനി വരുമോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിനിടയിൽ സമാന്തര ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മലയാള സിനിമയിൽ സമാന്തര ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാന്തര ചിത്രങ്ങൾ എന്ന് വെച്ചാൽ കമേഴ്ഷ്യലായും കലാപരമായും മികച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ. അതിലൊരു ചിത്രമാണ് പുനർജന്മം. മലയാളത്തിലെ ആദ്യത്തെ സൈക്കോ ത്രില്ലർ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പുനർജന്മത്തിന്റെ കഥ എ ടി കോവൂറിന്റേതാണ്. യുക്തിവാദിയായ എ ടി കോവൂറിന്റെ, ഡയറക്ടർ കെ എസ് സേതുമാധവൻ. ഒരുപാട് സെക്സിന് സാധ്യതയുള്ള ഒരു പ്രമേയമായിരുന്നു അത്. അതിലെ നായകന്റെ പേര് അരവിന്ദൻ എന്നായിരുന്നു. പ്രേം നസീറായിരുന്നു അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതിന്റെ തീമെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു തീമായിരുന്നു. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും. കാരണം അമ്മയോട് അമിതമായ താല്പര്യം തോന്നുന്ന ഒരു വ്യക്തിയുടെ കഥ. അതിൽ പ്രേം നസീറിന്റെ നായികയായി എത്തിയത് ജയഭാരതിയും ഉപനായികയായി എത്തിയത് സുജാതയുമായിരുന്നു. ജയഭാരതിയും പ്രേം നസീറും തമ്മിലുള്ള ലൈംഗിക ബന്ധം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയോടുകൂടിയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ആ ലൈംഗിക ബന്ധത്തിനിടയിൽ കെ സേതുമാധവൻ അശ്ലീലത ഒന്നും കാണിക്കുന്നില്ല. അശ്ലീലത ഒന്നും കാണിക്കാതെ തന്നെയാണ് ആ ലൈംഗിക ബന്ധത്തിന്റെ തകർച്ച അദ്ദേഹം കൊണ്ടുപോകുന്നത്. പക്ഷേ ചില രംഗങ്ങൾ വരുമ്പോൾ ജയഭാരതിക്ക് വളരെ സെക്സിയായി അഭിനയിക്കേണ്ടി വന്നു. കാരണം അരവിന്ദൻ എന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്നും അമ്മ എന്ന ഇമേജ് മാറ്റി എഴുതാൻ, അല്ലെങ്കിൽ അമ്മ എന്ന ഇമേജിനെ മാറ്റാൻ ജയഭാരതി ശ്രമിക്കുന്ന രംഗങ്ങൾ, രതിയാൽ ജയഭാരതി ശ്രമിക്കുന്ന രംഗങ്ങൾ അതിൽ വളരെ ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഈ അരവിന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രേം നസീർ തന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ജയഭാരതിക്ക് മുന്നിൽ ലൈംഗിക ബന്ധത്തിൽ പരാജയപ്പെടും. അയാൾക്ക് സ്വന്തമായ ഒരു ഉദ്ധാരണശേഷി ഇല്ല എന്ന് അയാൾക്ക് തോന്നുന്നു. സ്വന്തമായി ഉദ്ധാരണശേഷി ഉണ്ടോ എന്ന് അയാൾ പരീക്ഷിക്കുന്നത് വേലക്കാരിയിലാണ്. ആ വേലക്കാരിയായി അഭിനയിച്ചത് സുജാതയാണ്. സുജാതയും ജയഭാരതിയും മത്സരിച്ച് നഗ്നത പ്രദർശിപ്പിച്ച ചിത്രമാണ് പുനർജന്മം. വലിയ ഹിറ്റാണ് പുനർജന്മം. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് മൂവിയാണത്. പക്ഷെ ആരും പുനർജന്മത്തെ പറ്റി പറയാറില്ല. പുനർജന്മം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തന്നെ ഒരു പുനർജന്മമായി കണക്കാക്കാം. അത്ര മനോഹരമായ ഒരു മൂവിയാണ്. എ ടി കോവൂർ അതിൽ മനഃശാസ്ത്രജ്ഞന്റെ വേഷത്തിൽ തന്നെ അഭിനയിച്ചു. എ ടി കോവൂർ മനഃശാസ്ത്രജ്ഞന്റെ വേഷത്തിൽ അഭിനയിച്ച, അല്ലെങ്കിൽ എ ടി കോവൂർ അഭിനയിച്ച ആദ്യത്തെയും അവസാനത്തെയും ചിത്രമായി പുനർജന്മത്തെ നമുക്ക് കണക്കാക്കാം. പുനർജന്മം വലിയ ഹിറ്റായി മാറി. പ്രേം നസീറിന്റെ അരവിന്ദൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രേക്കായി മാറി. നല്ല കഥാപാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പ്രേം നസീർ തെളിയിച്ച ചിത്രം കൂടിയായിരുന്നു
പുനർജന്മം. അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സുജാതയും ജയഭാരതിയും തമ്മിലുള്ള നഗ്നതാ പ്രദർശനമാണ്. നഗ്നതാ പ്രദർശനത്തിൽ രണ്ടുപേരും മത്സരിച്ചു. ജയിച്ചതാര് തോറ്റതാര് എന്നൊക്കെ നിങ്ങൾ ആ പടം കണ്ടു പറയുക. ആ പടം നിങ്ങൾ ഒന്നുകൂടി കാണുക. ഇവരുടെ നഗ്നത കാണാനില്ല, ആ പടത്തിന്റെ കലാമൂല്യം അറിയാൻ.